സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊടകരയിൽ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. വയനാട് പുൽപ്പള്ളി തച്ചൻകുന്നിൽ മുഹമ്മദ് ഷാഫി, അമ്പലവയൽ ആയിരംകൊല്ലി പുത്തൻപുരയ്ക്കൽ ഡെന്നി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തലോരിൽ കോഴിമാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാതെ വന്നതോടെ ദുർഗന്ധം പരന്നത് പരിസരവാസികളെ ദുരിതത്തിലാക്കി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചത്. മറ്റ് 7 ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ ഈ ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കൊടകരയിൽ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. വയനാട് പുൽപ്പള്ളി സ്വദേശി തച്ചൻകുന്നിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി, വയനാട് അമ്പലവയൽ ആയിരംകൊല്ലി സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ഡെന്നി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിനായി പണം നൽകിയാൽ ഇരട്ടിയായി ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊടകര കനകമല സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പല തവണകളായി പ്രതികളുടെ വിവിധ അക്കൗണ്ട് നമ്പറുകളിലേക്ക് 5,43,329 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് നടത്തിച്ച് ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് പി കെ, സബ് ഇൻസ്പെക്ടർ സുരേഷ് ഇ.എ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആഷ്ലിൻ ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിൻഡോ വർഗീസ്, സനൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത് ഇ.എ, ജിലു സെബാസ്റ്റ്യൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തലോരിൽ കോഴിമാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാതെ വന്നതോടെ ദുർഗന്ധം പരന്നത് പരിസരവാസികളെ ദുരന്തത്തിലാക്കി. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് മേഖലയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. പ്ലാസ്റ്റിക് വീപ്പകളിലായി കോഴി മാലിന്യമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് വാഹനത്തിന്റെ ഡ്രൈവർ പോയ ശേഷം തിരിച്ചെത്തിയില്ലെന്നും വിവരം അറിയിച്ചിട്ടും പുതുക്കാട് പോലീസ് എത്തിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. നിരവധി വീടുകളുള്ള പ്രദേശത്ത് നിന്ന് പിക്കപ്പ് മാലിന്യവും മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ട മലയാളി വൈദികൻ ഡേവിസ് ജോർജിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മന്ത്രി കെ രാജനും പി ബാലചന്ദ്രൻ MLA-യും. ഇരുവരും വീഡിയോ കോൾ വഴി വൈദികനുമായി സംസാരിച്ചു. സംഭവമുണ്ടായ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാരുമായി അന്വേഷണം നടത്തുകയും സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ അവിടുത്തെ ഉന്നതരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നതായി മന്ത്രി പറഞ്ഞു. കേവലം മതപ്രചരണം മാത്രമല്ലാതെ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഉൾപ്പെടെ ഒരു മേഖലയിലെ ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായ ഒരു വികാരിയാണ് ഇങ്ങനെ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ പിന്നെ ഫാദർ തന്നെ ഇപ്പോൾ നമ്മുടെ വികാരി ജനറലായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ തന്നെ ആ പ്രവർത്തനങ്ങളിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർ പണിത മണ്ഡലയിലെ പള്ളി നേരത്തെ പൊളിച്ച അനുഭവമുണ്ട്. ഈ അച്ഛൻ നേതൃത്വം നൽകുമ്പോൾ ഈ ബഹുമാന്യനായിട്ടുള്ള ഫാദർ അവിടെ വികാരിയായിരിക്കുമ്പോൾ തങ്ങളുടെ വിശ്വാസികൾക്ക് വേണ്ടി മണ്ഡലയിൽ പണിത പള്ളി തന്നെ പൊളിച്ചുപോയ അനുഭവം അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അതിനൊന്നും കുലുങ്ങിയിട്ടില്ല. കാരണം ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചുമതലയേറ്റു പോകുന്നവരുടെ മുമ്പിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ഭീകരത ചെറുതല്ല. അവിടെ പോയി നമ്മുടെ പ്രിയപ്പെട്ട ജെയിസ് ജോർജ് അച്ഛൻ
ശ്രമിച്ചൊരു കാര്യം കേവലം മതപ്രചരണം മാത്രമല്ല, അവിടെ സ്കൂളുകൾ, കോളേജുകൾ ഉൾപ്പെടെ ഒരു മേഖലയിലെ ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായിട്ടൊരു വികാരിയാണ് ഈ ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. അപ്പം അതൊന്നും പൊറുക്കാനാവുന്ന ഒരു കാര്യമല്ല. ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് ആവശ്യമെങ്കിൽ വരാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. സന്തോഷപൂർവ്വം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ മറുപടി, ദൈവത്തിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉള്ളത് കൊണ്ടൊരു പ്രയാസവുമില്ല, നിങ്ങളുടെ പിന്തുണ കൂടുതൽ കരുത്ത് പകരാൻ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് പിന്തുണയാകുന്നു എന്നുള്ളതാണ്. CPI പുത്തഞ്ചിറ ലോക്കൽ സമ്മേളനം നടന്നു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. പലരും ചരിത്രത്തിൽ തന്നെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ കയ്യൂർ സമരത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും പ്രായപൂർത്തിയാകാത്തതിൻ്റെ പേരിൽ ഇളവ് ലഭിക്കുകയും ചെയ്ത സഖാവ് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ മരണം വരെ അടിയുറച്ചു നിന്ന പ്രസ്ഥാനം നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനമാണ് എന്ന കാര്യം നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റു 4 സഖാക്കളുടെ പേര് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പൂവും ചെരുകണ്ഠനും അബൂബക്കറും കുഞ്ഞമ്പുനായരും. ഈ 4 ചെറുപ്പക്കാർ രാജ്യത്തിൻ്റെ ജന്മിത്വം അവസാനിപ്പിച്ച് കർഷകന് ന്യായമായ അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണണം എന്ന ആവശ്യം മുൻനിർത്തി നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് അവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിക്കൊന്നത്. ഇന്ത്യൻ ഭരണഘടനയെയും മതേതരത്തെയും മുറുകെ പിടിച്ച് സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. TA കാസിം, CT ദേവസി, ബാനു വിക്രമൻ എന്നിവർ ചേർന്ന് സമ്മേളന നഗരിയിൽ രക്തപതാക ഉയർത്തി. KK യൂസഫ് രക്തസാക്ഷി പ്രമേയവും ES ലോഹിതാക്ഷൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സിദ്ദിഖ് തോട്ടുങ്കൽ, KV വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ, VR സുനിൽകുമാർ MLA, TN വേണു, ലോക്കൽ സെക്രട്ടറി UV വാസുദേവൻ, KV സുജിത് ലാൽ, CN പ്രദീപ് കുമാർ, ശകുന്തള വേണു, AP വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സെമിനാർ നടത്തി. ചാലക്കുടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് പേഴ്സണൽ ശാലിനി ജോയ് അധ്യക്ഷത വഹിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി ജോയ് കൈതാരത്ത്, ഉമ്മുക്കുൽസു അസീസ്, CDS ചെയർപേഴ്സണൽ സുനിത ബാലൻ, KK ശിവരാമൻ മാസ്റ്റർ, ബേബി കണ്ണമ്പടത്തി, ട്രസ്റ്റ് പ്രസിഡന്റ് TR ഔസേപ്പൂട്ടി, സെക്രട്ടറി KV ഷാജു, കരാട്ടെ മാസ്റ്റർ PA അർഫാൻ, സീത കുമാരൻ, മനസ്സുനി ലെനിൻ എന്നിവർ പ്രസംഗിച്ചു. ലഹരിവിരുദ്ധ സന്ദേശവുമായി കോടാലിയിലെ കരാട്ടെ സ്കൂൾ വിദ്യാർത്ഥികളും കോടാലി കുട്ടിക്കൂട്ടം കൂട്ടായ്മയിലെ കുട്ടികളും ഫ്ലാഷ് മോബും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. മനുഷ്യനെ സ്നേഹിക്കുകയും സേവിക്കുകയുമാണ് യഥാർത്ഥ ഈശ്വര പൂജയെന്നും ആ കർമ്മം മഹത്തായ രീതിയിൽ നിർവഹിക്കുന്ന ആളാണ് ഡോക്ടർ VP ഗംഗാധരനെന്ന് ഡോക്ടർ രാജു നാരായണസ്വാമി. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീയും മതിലകം ഹെൽത്ത് എയ്ഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ മാമാഗുരം പരിശോധന പരിപാടി സധൈര്യം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ രാജു നാരായണസ്വാമി IAS. ചടങ്ങിൽ കൊണ്ടാമ്പുള്ളി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാനവസേവ പുരസ്കാരം ഡോക്ടർ VP ഗംഗാധരൻ രാജു നാരായണസ്വാമിയിൽ നിന്ന് ഏറ്റുവാങ്ങി. എടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. സ്തനാർബുദത്തെക്കുറിച്ച് ഡോക്ടർ VP ഗംഗാധരൻ വിശദീകരിച്ചു. രോഗികളുടെയും മറ്റുള്ളവരുടെയും സംശയങ്ങൾക്ക് മറുപടി നൽകി. ഡോക്ടർ ഷറഫുദ്ദീൻ കടമ്പോട്ട്, സന്തോഷ് കോരുച്ചാലിൽ, ഹംസ കൊണ്ടാപ്പുള്ളി, ഹെൽത്ത് എയ്ഡ് സെക്രട്ടറി TC വേണുഗോപാലൻ, റീന ആന്റണി എന്നിവർ സംസാരിച്ചു. പൂപ്പത്തി യോഗക്ഷേമ ഉപസഭയുടെയും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ദന്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൂപ്പത്തി യോഗക്ഷേമ സഭാ മന്ദിരത്തിൽ പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉപസഭ പ്രസിഡന്റ് KN വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജു ഡേവിസ് പെരാപ്പാടൻ മുഖ്യാതിഥിയായി. യോഗക്ഷേമ സഭ ജില്ലാ സെക്രട്ടറി കൃഷ്ണൻ കാവനാട്, അമൃത ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് MD ജയൻ, ഡോക്ടർ വിജയ്, NK ശ്രീകുമാർ, ശ്രീധരൻ കടലായിൽ എന്നിവർ പ്രസംഗിച്ചു. മനോജ് KV, N ശങ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദന്തൻ എത്ര വിഭാഗങ്ങളിലായി 171 പേർ പരിശോധനയ്ക്ക് വിധേയരായി.
കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിൽ അവധിക്കാല ചിത്രരചന ക്ലാസുകൾ ആരംഭിച്ചു. മാവേലിക്കര ഗവൺമെന്റ് രാജ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജ് ലെക്ചർ ജിന്നൻ കൊറ്റിക്കൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കെ കൊച്ചുണ്ണിക്കർത്ത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ഷനോജ് വെട്ടിയാട്ടിൽ, ഭഗ്നി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ സുശീല പ്രേമലാൽ, ദേവകി സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 5-ാം വാർഡിൽ ലഹരിവിരുദ്ധ ജനസഭ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ജനസഭ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായി. എക്സൈസ് ഓഫീസർ ദിൽഷാദ് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു. വാർഡ് വികസന സമിതി കൺവീനർ കെ കെ ഹാഷിഖ്, ബാബു കളത്തേരി, US നൌഷാദ്, ഉഴുവത്കടവ് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഷെഫീർ, ADS ചെയർപേഴ്സൺ സരിത വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. വാർഡിലെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്നും പ്രായമായവരും യുവാക്കളും സ്ത്രീകളും കുട്ടികളും ജനസഭയിൽ പങ്കെടുത്തു. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 5 മണിക്ക് ദേവിയുടെ നട തുറന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ 8 മണിക്ക് ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ അഴകത്തുമനക്കിൽ ത്രിവിക്രമൻ നമ്പൂതിരിയും ബ്രഹ്മശ്രീ അഴകത്തുമനക്കിൽ ഹരീഷ് കുമാർ നമ്പൂതിരിയും ചേർന്ന് പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. തുടർന്ന് സീരിയൽ താരം ഉപ്പും മുളകും ഫെയിം ശിവാനി മേനോൻ ആദ്യ പൊങ്കാല സമർപ്പണം നടത്തി. ശേഷം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദേവിക്ക് ആത്മാർപ്പണത്തിന്റെ പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു. മേൽശാന്തി കൂട്ടാലം മഠം ഹരികൃഷ്ണൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളുടെയും പുത്തുക്കാവ് സേവാഭാരതി പ്രവർത്തകരുടെയും മാതൃസമൃദ്ധി കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഒരുക്കിയിരുന്നത്. നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊടകരയിൽ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. വയനാട് പുൽപ്പള്ളി തച്ചൻകുന്നിൽ മുഹമ്മദ് ഷാഫി, അമ്പലവയൽ ആയിരംകൊല്ലി പുത്തൻപുരയ്ക്കൽ ഡെന്നി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തലോരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാതെ വന്നതോടെ ദുർഗന്ധം പരന്നത് പരിസരവാസികളെ ദുരിതത്തിലാക്കി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.